വില്ലനിസ്റ്റിൽ നിന്നും സുരേഷ് ഗോപിയുടെ കരിയറിൽ മാറ്റത്തിന്റെ സൈറൻ മുഴക്കിയ 3 കഥാപാത്രങ്ങളായിരുന്നു മിന്നൽ പ്രതാപനും നരേന്ദ്രനും മാധവൻ IPSഉം. രാജാവിന്റെ മകനിലെ അധോലോക നായകൻ വിൻസെന്റ് തോമസിന്റെ വലങ്കയായ കുമാർ എന്ന കഥാപാത്രം സ്ക്രീനിൽ തിളങ്ങിയപ്പോഴായിരുന്നു വെറും 4 ചിത്രങ്ങളിൽ അഭിനയിച്ച സുരേഷ് ഗോപി എന്ന പുതുമുഖത്തെ അന്വേഷിച്ച് തുടർച്ചയായി വില്ലൻ വേഷങ്ങളെത്തിയത്. പ്രതിനായകന്റെ തടവറയിൽ നിന്നും സുരേഷ് ഗോപിയെ ആദ്യമായി മോചിപ്പിക്കുന്നത് സംവിധായകനും രചയിതാവുമായ ഡെന്നീസ് ജോസഫാണ്. മനുവങ്കിൾ എന്ന സ്വന്തം ചിത്രത്തിൽ ജഗതി ശ്രീകുമാറിന് മാറ്റിവെച്ച മിന്നൽ പ്രതാപനെ ജഗതിയുടെ തിരക്ക് മൂലം ഡെന്നീസ് ജോസഫ് സുരേഷ് ഗോപിയിൽ പരീക്ഷിച്ചു. ഡെന്നീസ് ജോസഫിന്റെ കണക്കുകൂട്ടൽ പിഴച്ചില്ല. മിന്നൽ പ്രതാപനായി സുരേഷ് ഗോപി കസറുകയും കയ്യടി നേടുകയും ചെയ്തു. സംവിധായകൻ പത്മരാജൻ ഇഷ്ടനായകനായ മോഹൻലാലിന് വേണ്ടി നീക്കിവെച്ചതായിരുന്നു ഇന്നലെ എന്ന ചിത്രത്തിലെ ഗസ്റ്റ് റോളായ ഡോക്ടർ നരേന്ദ്രൻ. പക്ഷേ മോഹൻലാലിന്റെ തിരക്ക് കാരണം നരേന്ദ്രനായി മാറാനും പ്രേക്ഷകരുടെ മനം കവരാനുമുള്ള ഭാഗ്യം കിട്ടിയത് സുരേഷ് ഗോപിക്കായിരുന്നു. അഭിനയ ജീവിതത്തിന്റെ പുതിയ ജന്മം എന്നോണം സുരേഷ് ഗോപിയുടെ നരേന്ദ്രനെ കുടുംബ പ്രേക്ഷകർ ഹൃദയത്തിലേറ്റി. ഷാജി കൈലാസും രഞ്ജിത്ത് പണിക്കരും കൂടി മമ്മൂട്ടിയെ സ്വപ്നം കണ്ട് തിരനിറച്ചു വെച്ച ചിത്രമായിരുന്നു ഏകലവ്യൻ. ചിത്രത്തിൽ മാധവൻ IPSനെ അസിസ്റ്റ് ചെയ്യുന്ന ശരത്ചന്ദ്രന്റെ റോളായിരുന്നു സുരേഷ് ഗോപിക്ക് കൊടുത്തത്. എന്നാൽ മമ്മൂട്ടി ചിത്രം നിരസിച്ചു. ഒടുവിൽ മാധവനായി സുരേഷ് ഗോപിയെയും അസിസ്റ്റന്റ് റോളിലേക്ക് സിദ്ദിഖിനെയും ഇളക്കി പ്രതിഷ്ഠിച്ചു. മലയാള സിനിമയുടെ ബോക്സ് ഓഫീസിനെ തച്ചുടച്ചുകൊണ്ട് ഏകലവ്യൻ ചരിത്രമെഴുതി. സുരേഷ് ഗോപിയുടെ തലവര മാറ്റിമറിച്ച കഥാപാത്രമായിരുന്നു മാധവൻ IPS.